ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ ബാബുൽ ഇസ്തിസ്ഖ അല്ലേ, ബാബുൽ ഇസ്തിസ്ഖ അതിൽ ഏതാനും ഹദീസുകളാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഇനി അതിൽ 2 ഹദീസുകൾ, പിന്നെ ബാബുൽ ലിബാസ്. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖറജ സുലൈമാനു അലൈഹി സലാം യസ്തസ്ഖി ഫറഅ നംലതൻ മുസ്തൽഖിയതൻ അലാ ളഹ്രിഹാ റാഫിഅതൻ ഖവാഇമഹാ ഇല السماء തഖൂലു അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക് ലൈസ ബിനാ ഗിനൻ അൻ സുഖിയാക് لا تتنا غنى عن سقياك فقال ارجعوا فقد سقيتم بدعوة غيركم. رواه أحمد وصححه الحاكم. ألا أترى لو دارك تنين لا وصححه الحاكم. في شيء هنا طيب. هذا حديث أبو هريرة رضي الله عنه عن أبي هريرة رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال خرج سليمان عليه السلام. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു. യസ്തസ്ഖി മഴ ആവശ്യപ്പെട്ടു, മഴ തേടിക്കൊണ്ടുള്ള. ഫറഅ അങ്ങനെ അപ്പോൾ അദ്ദേഹം കണ്ടു നംലത്ത് ഉറുമ്പ്, ഒരു ഉറുമ്പിനെ കണ്ടു. മുസ്തൽഖിയത്തൻ എന്ന് പറഞ്ഞാൽ മുസ്തൽഖിയത്തൻ അലാ ളഹ്രിഹ, അതിൻ്റെ മുതുകിൽ മലർന്ന് കിടക്കുന്ന, മുസ്തൽഖിയത്തൻ അലാ ളഹ്രിഹ മുതുകിൽ മലർന്ന് കിടക്കുന്ന ഒരു ഉറുമ്പിനെ കണ്ടു. റാഫിഅത്തൻ ഖവാഇമഹ, റാഫിഅത്തൻ ആ ഉറുമ്പ് ഉയർത്തിയിരിക്കുന്നു, ഉയർത്തിയ അവസ്ഥയിൽ. ഖവാഇമഹ അതിൻ്റെ കൈക്കാലുകൾ ഖവായിം. ഉറുമ്പിന് എത്ര കാലുകൾ ഉണ്ടാവും? ഉറുമ്പിന് എത്ര കാല? 4 കൈക്കാല്. 8. അപ്പം 8 കാലിയായി. ഉറുമ്പിന് 6 കാല്. അസുഖാക്കറിഞ്ഞാൽ ശരി, 6 കാലുകളാണ് ഉറുമ്പിന്. 6 കാല്. റാഫിഅത്തൻ ഖവായിമഹ ഇല السماء, ആകാശത്തിലേക്ക് അതിൻ്റെ ഖവായിം എന്ന് പറഞ്ഞാൽ കൈക്കാലുകൾ ഉയർത്തിയ അവസ്ഥയിൽ അത് മുതുകിൽ മലർന്ന് കിടക്കുന്നതായി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു. തഖൂൽ അത് പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നാ ഖൽഖും മിൻ ഖൽഖിക്, അള്ളാഹുവേ ഞങ്ങൾ നിൻ്റെ സൃഷ്ടികളിൽ പെട്ട സൃഷ്ടികളാണ്. ഇന്നാ ഖൽഖുൻ ഞങ്ങളൊരു വിഭാഗം സൃഷ്ടികളാണ്. മിൻ ഖൽഖിക് നിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട, നിൻ്റെ സൃഷ്ടികളിൽ ഒരു വിഭാഗം സൃഷ്ടികളാണ് ഞങ്ങൾ. ലൈസ ബിന ഗിനൻ അൻ സുഖിയാക്, ലൈസ ബിന ഞങ്ങൾക്കില്ല, ഗിനൻ യാതൊരു ധന്യതയും പര്യാപ്തതയും, അൻ സുഖിയാക് നിൻ്റെ സുഖിയയെ തൊട്ട്, നിൻ്റെ മഴ ജലം അതിനെ തൊട്ട് ഞങ്ങൾക്ക് യാതൊരു ഗിനയുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ധന്യതയുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വേണമെന്നർത്ഥം, അത് അനിവാര്യമാണ്. ലൈസ ബിന ഗിനൻ അൻ സുഖിയാക്ക്, നിൻ്റെ മഴയെ തൊട്ട്, മഴയെ ലഭിക്കാതെയുള്ളൊരു ധന്യത ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾക്ക് നിൻ്റെ മഴ ആവശ്യമാണ് എന്നർത്ഥം, അനിവാര്യമാണ്. ഫഖാൽ, അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇർജിഉ, മഴയ്ക്ക് വേണ്ടിയിട്ട് പോവല്ലേ, ആളുകളായിട്ട് പോവാണ്. അദ്ദേഹം പറഞ്ഞു, ഇർജിഉ നിങ്ങൾ മടങ്ങിക്കോളൂ. ഫഖദ് സുഖീതും ബിദഅവതി ഗൈരിക്കും, നിങ്ങളുടേതല്ലാത്തവരുടെ ദുആ കൊണ്ട് നിങ്ങൾക്ക് സുഖീതും മഴ നൽകപ്പെട്ടിരിക്കുന്നു, മഴ നൽകപ്പെട്ടിരിക്കുന്നു. ഹദീസ് റവാഹു അഹ്മദ് വസഹഹഹു അൽ ഹാക്കിം. ഹാക്കിം സഹീഹ് എന്ന് വിശേഷിച്ചു, അഹ്മദ് അത് റിപ്പോർട്ട് ചെയ്തു. ഈ ഹദീസ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു.
ഹാക്കിം അതിനെ സഹീഹ് എന്ന് പറഞ്ഞു, മനസ്സിലായി. ദാറഖുത്നിയും അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ട്. പക്ഷേ ഈ ഹദീസിൽ മുഹമ്മദ് ഇബ്നു ഔൻ എന്ന് പറയുന്ന റാവിണ്ട്. മുഹമ്മദ് ഇബ്നു ഔൻ, ആ റാവി മുഹമ്മദും വാപ്പയും ഔനും ഒരുപോലെ ദുർബല റാവിമാരായതുകൊണ്ട് ഈ ഹദീസിനെ പലരും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഇതിന് കുറേ ഹദീസിന് വേറെയും പ്രയോഗങ്ങളുടെ കാരണത്താൽ അതിനെ ബലപ്പെട്ടതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഹദീസിൻ്റെ ആശയം അതിൽ അതിശയോക്തിയൊന്നുമില്ല. എന്തുകൊണ്ട്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് പുറപ്പെട്ടത്. അദ്ദേഹത്തിന് എന്താ അറിയാം? ഉറുമ്പിൻ്റെ സംസാരം അറിയാം, ഉറുമ്പിൻ്റെ സംസാരം അറിയാം. പിന്നെ ഉറുമ്പുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഇതര ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്തുണ്ട്? ദുആയുണ്ട്, അവർക്കും എന്തുണ്ട്? തസ്ബീഹുണ്ട്. അവർക്കും എന്തുണ്ട്? തസ്ബീഹുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കല്ലിനെ കുറിച്ച് പറഞ്ഞു, ആ കല്ല് എനിക്ക് സലാം പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ തസ്ബീഹ് ചെല്ലുന്ന കല്ലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹു. ഒരു വസ്തുവില്ല അള്ളാഹുവിൻ്റെ തസ്ബീഹ് നിർവഹിക്കാതെ, പക്ഷേ നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാവില്ല എന്ന് മാത്രം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉറുമ്പുകൾ അതേപോലെ തന്നെ പക്ഷികൾ ഇവരുടെയൊക്കെ സംസാരം മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കഴിവ് നൽകിയിരുന്നു, അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രംഗം കണ്ടു. ഇങ്ങനെ ഉറുമ്പ് വളർന്ന് കിടന്ന് അതിൻ്റെ കൈകാലുകൾ ചലിപ്പിക്കുന്നതായിട്ട്, ഉയർത്തിയതായിട്ട്, എന്നിട്ട് ഇപ്രകാരം ദുആ ചെയ്യുന്ന അദ്ദേഹം കേൾക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ മുഖവിലക്കെടുത്ത് പല കാര്യങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു കാണാൻ സാധിക്കും. ഉറുമ്പുകളുടെ പ്രത്യേകത, അതേപോലെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രത്യേകത, ഇതൊക്കെ കുറേ ഈ ഹദീസിൻ്റെ ഷറഹിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹദീസിനെ ഹാക്കിം സഹീഹ് എന്ന് പറഞ്ഞു, ദാറഖുത്നി അതേപോലെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഉറുമ്പാണ്. ഉറുമ്പ് ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കില്ല, ഉറുമ്പിൻ്റെ കൂട്ടായിരിക്കും, മനസ്സിലായി. പിരമിഡ് പോലെ വലിയ വീടുകളുണ്ടാക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു. എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ഖാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് പറഞ്ഞു എന്നാണ്. ഉദ്ഖുലു മസാകിനകും, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിൽ മസ്കനുകളിൽ പ്രവേശിച്ചോളൂ എന്നാണ്. അപ്പോൾ ഉറുമ്പിന് എന്തുണ്ട്? ഭൂഗർഭത്തിൽ അവർ വീടുണ്ടാക്കും. അതേപോലെ തന്നെ ഉറുമ്പുകൾ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഈ പിരമിഡ് പോലെ മുകളിലേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗം, ചില ശാസ്ത്രകാരന്മാർ എഴുതിയ പഠനങ്ങൾ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഈ ഒരു കാട്ടിൽ ഒരു ഉറുമ്പിൻ്റെ കൂട് കണ്ടുപിടിച്ചു എന്നാണ്. 12 ആളുകൾക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റിയ രീതിയിലുള്ള വലിയ 12 ആളുകൾക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റിയ വലിയ കൂട്, ഉറുമ്പിൻ്റെ കൂട്. അതിൽ ഓരോ കണ്ടുപിടുത്തങ്ങൾ, മനസ്സിലല്ലേ. കുറേ ധാന്യങ്ങൾ നടുമുറിച്ച് വെച്ചിരിക്കുകയാണ് പ്രത്യേകം. കുറേ ധാന്യങ്ങൾ മുഴുവനായിട്ട് നടുമുറിച്ചിട്ടില്ല. അപ്പോൾ ഈ നടുമുറിച്ച എന്തിനാണ്? അത് മഴയേറ്റിട്ട് മുളക്കാതിരിക്കാൻ. മറ്റേത് മുളക്കാൻ പാകത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കാനുള്ളതായിരിക്കും, ഇത് സ്റ്റോക്ക് ചെയ്യാനുള്ളതായിരിക്കും. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള സംരക്ഷണത്തിന് കുറേ അറകൾ, അങ്ങനെ കുറേ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു പഠനം വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദലാലത്തു തഅമ്മുൽ എന്നിട്ടൊരു കേസറ്റ് കേട്ടിട്ടുണ്ട്, ഒരു പണ്ഡിതൻ പ്രസംഗിക്കണം. അതിലുണ്ട് ഉറുമ്പിൻ്റെ അത്ഭുതങ്ങൾ. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിന് ഇങ്ങനെ കുറേ വായിക്കാൻ സാധിച്ചു. അലാ കുല്ലിൻ ഒരു ഉറുമ്പ് പ്രാർത്ഥിച്ചതാണ് ഇവിടെ പറഞ്ഞത്. ഉറുമ്പ് ഒരിക്കലും ഒറ്റക്കല്ല, പിന്നെയോ ഉറുമ്പൊരു ലോകമാണ്, ശരി. അപ്പോൾ ആ ഉറുമ്പിൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട് എന്തിനു വേണ്ടിയിട്ട്? മഴയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ പാഠം. ഇതൊക്കെ വായിക്കണ മുസ്ലിമീങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടൂല. പിന്നെയോ വൈദ്യസ്തസ്ക മൂസ എന്നിട്ട് ആയത്ത് ഓതും. മൂസാ നബിനോട് ഇസ്തിസ്ക നടത്തി എന്ന് പറയും. മൂസാ നബിനോട് ഇസ്തിസ്ക നടത്തിയിട്ടില്ല. മൂസാ നബിനോട് അള്ളാഹിനോട് ഇസ്തിസ്ക നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക ചെയ്ത്. എന്നിട്ട് പല മുസ്ലിമീങ്ങളും ബുദ്ധിയും അകതിരിവുള്ള ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് തേടും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വായിച്ചിട്ട്. അലാ കുല്ലിൻ ഈ ഹദീസ് ഇതിൽ ഇബ്നു ഹജർ കൊടുത്തത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പോയി എന്നുള്ളതാണ്, ആളുകളെയും കൂട്ടിയിട്ട്. അതിലുള്ള പ്രധാനപ്പെട്ട വേറൊരു പാഠം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഷറഅ് നമ്മളുടെ ഷറഅ് അല്ല. പിന്നെയോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പാണ് എന്ത് ചെയ്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തത്? ഈ പുറപ്പെട്ടത്.
അതിന് മനസ്സിലാക്കാൻ എന്താ, നമ്മൾക്ക് മുമ്പുള്ളവരുടെ ഷറഅ് നമുക്കും ഷറഅാണ്. നമ്മളുടെ ഷറഅ് അതിനോട് യോജിച്ചാൽ, നമ്മളുടെ ശരീഅത്ത് ഉണ്ടല്ലോ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത്, ആ ശരീഅത്ത് പൂർവ്വ നബിമാരുടെ ശരീഅത്തിനോട് യോജിച്ചാൽ അവരുടെ ശരീഅത്ത് നമുക്കും എന്താണ്, ശരീഅത്താണ്. അതിനെ എതിർക്കാത്ത കാലത്താണ്. അതും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അടുത്ത ഹദീസ് ആണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഹദീസ് അനസിൽ നിന്നുള്ള ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലേ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖാ ഫഅശാറ ബിദഹരി കഫൈഹി ഇല السماء. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖാ ഫഅശാറ ബിദഹരി കഫൈഹി ഇല السماء റവാഹു മുസ്ലിം അഖ്റജഹു മുസ്ലിം. ഇവിടെ അനസിൽ നിന്നുള്ള ഹദീസാണ്. എന്താ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തസ്ഖ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയിട്ട് തേടി ദുആ ചെയ്തു. ഫഅശാറ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടി ബിദഹരി കഫൈഹി, തൻ്റെ കഫിൻ്റെ ഇരു കഫുകളുടെയും ബഹ്റ് കൊണ്ട്, ബഹ്റ് എന്താ, പുറംഭാഗം കഫ് രണ്ടിൻ്റെയും പുറംഭാഗം കൊണ്ട് ചൂണ്ടി എവിടേക്ക്? ഇലസമ, ആകാശത്തിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തസ്ഖ, മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ഫഅശാറ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടി ബിദഹരി കഫൈഹി, തൻ്റെ കഫിൻ്റെ ബഹ്റ് കൊണ്ട്, മുതുക് ഭാഗം കൊണ്ട്, ഈ പുറം ഭാഗം കൊണ്ട് എവിടേക്ക്? ഇലസമ, ആകാശത്തിലേക്ക്. അപ്പം അതെങ്ങനെയാണ്, എങ്ങനെ ചൂണ്ടിയിട്ടുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടുമ്പോൾ നന്നായിട്ട് കൈ ഉയർത്തും. ആ കൈ ഉയർത്തിയപ്പോഴാണ് എന്ത് ചെയ്ത്? ദഹ്റ്, ഈ കഫിൻ്റെ ദഹ്റ് ആകാശത്തിലേക്ക് ചൂണ്ടിയെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണ്? ചിലർ പറഞ്ഞ റസൂൽ എങ്ങനെയാണ് ദുആ ചെയ്തതെന്ന്. അങ്ങനെ ചില പണ്ഡിതന്മാർ ദുആ ചെയ്യാറുണ്ട്. ചിലർ പറഞ്ഞാൽ അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തന്നെയാണ് ദുആ ചെയ്തത്. കാരണം എപ്പോഴും റസൂലുള്ളാഹി ദുആ ചെയ്യുമ്പോൾ ഈ ബത്തനുണ്ടല്ലോ, കഫിൻ്റെ ബത്തൻ, ഉൾഭാഗം, അതാണ് ഇവിടേക്ക് ഉണ്ടായാൽ, ആകാശത്തേക്ക് ഉണ്ടായാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ കൈ കുറേ ഉയർത്തി, നല്ല കൈ ഉയർത്തിയിരുന്നു. അപ്പം കൈ ഉയർത്തിയപ്പോൾ എന്തായി? ഇങ്ങനെ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ കഫാണോ അല്ല ബത്തനാണോ ബഹ്റാണോ മോൾക്കുണ്ടാകുക? ബഹ്റാണ്. ഇതാണ് കഫ്, ഇതാണ് ബത്തന്, കഫിൻ്റെ ബത്തന് ഉൾഭാഗം ഇതാണ്. ഇങ്ങനെ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാകുക? ബഹ്റാണ് എവിടെ ഉണ്ടാകുക? ആകാശത്തിലേക്ക് ഉണ്ടാകുക. അപ്പോൾ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്തു എന്നല്ല. പിന്നെയോ റസൂൽ എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഈ ബത്തൻ തന്നെ എവിടേക്ക് ഉയർത്തൽ? ആകാശത്തിലേക്ക് ഉയർത്തൽ. പക്ഷേ ഇത് നല്ലോണം കൈ ഉയർത്തിയപ്പോൾ എന്തായി? ഈ കഫിൻ്റെ ബഹ്റ് ഭാഗം, മുതുക് പുറം ഭാഗം, അത് ആകാശത്തിലേക്കായി. അതാണ് അതിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. ചിലരിങ്ങനെ മനസ്സിലാക്കി. കാരണം എന്താ? റസൂലുള്ളാഹി അശാറ ബിദഹരി കഫി എന്നാണ്, കഫൈഹി, രണ്ട് കഫിൻ്റെയും ഈ പുറം ഭാഗം കൊണ്ട് ആകാശത്തിലേക്ക് ഇശാറത്ത് നൽകി, ചൂണ്ടി എന്നാണ് പറഞ്ഞത്. ശരിക്കും അത് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഇപ്പോൾ ഈ ഭാഗമായി എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇഷ്കാലില്ല. عن أنس رضي الله تعالى عن النبي صلى الله عليه وسلم استسقى فأشار بظهر كفيه إلى السماء أخرجه مسلم. ഇതാണ് ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ബാബുൽ ഇസ്തിസ്ഖ, മഴയ്ക്ക് വേണ്ടിയിട്ട് തേടുന്ന അധ്യായത്തിൽ കൊണ്ടുവന്നതായ ഹദീസുകൾ. ഖലാസ്. ഇനി നമുക്ക് ബാബുൽ ലിബാസ് എന്താ? ലിബാസ് എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രങ്ങളെ മൊത്തത്തിൽ വസ്ത്രങ്ങളെ അനുവദിച്ചിട്ടുണ്ട്. ചിലത് മാത്രമേ നിഷിദ്ധാക്കിയിട്ടുള്ളൂ, പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ പാടില്ല എന്ന് പറഞ്ഞത് നിർണിതാണ്. അത് ഹലാൽ ഹറാമിൻ്റെ വിഷയത്തിലൊക്കെ അങ്ങനെയാണ്. ഹറാമുകൾ അല്ലാഹു ഇങ്ങോട്ട് എണ്ണി, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടത് അല്ലാഹു എണ്ണി വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഹറാമാക്കിയത് എണ്ണിയിട്ടുണ്ട്, അത് നിർണിതാണ്, അത് എണ്ണപ്പെട്ടതാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഹലാലാണ്. ഈ ദുനിയാവിലുള്ളതൊക്കെ ഹലാലാണ്. ഹറാമായതുണ്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. വസ്ത്രങ്ങളെല്ലാം അനുവദനീയമാണ്. ചിലത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ബുലൂഗുൽ മറാമിലുണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ അധ്യായത്തിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ
പിന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, വിശദീകരിച്ചു. അനുബന്ധിച്ച് ഇനി ബാബുൽ ലിബാസ് ആണ് പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് അൻ അബി ആമിറിനിൽ അഷ്അരി, അബു ആമിർ അല്ലേ, അൻ അബി ആമിറിനിൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീർ, ഹിറ വൽ ഹരീർ. അങ്ങനെ നിങ്ങളില്ലേ? റവാഹു അബൂ ദാവൂദ്, റവാഹു ഖസ്സ എന്നറിയില്ല, കയ്യൊന്നിച്ചാണ് അത് കാണണം, രണ്ടാളിൽ ഖസ്സ. റവാഹു അബൂ ദാവൂദ് അല്ലേ, വഅസ്ലുഹു ഫിൽ ബുഖാരി. ഇത് അബൂ മൂസ അല്ല അസ്തഗ്ഫിറുല്ലാഹ് അബൂ ആമിറിൽ അഷ്അരി റളിയല്ലാഹു അൻഹു നിവേദനം. അബൂ ആമിറുൽ അഷ്അരി, ഈ ഹദീസ് അബൂ ആമിറുൽ അഷ്അരിയിൽ നിന്നാണോ അതല്ല അബൂ മാലിക്കിനിൽ അഷ്അരിയിൽ നിന്നാണോ? രണ്ട് കൗലുണ്ട്. അബൂ മാലിക്കുൽ അഷ്അരി എന്ന് പറഞ്ഞ സഹാബിയുണ്ട്, അബൂ ആമിറുൽ അഷ്അരി എന്ന് പറയുന്ന സഹാബിയുണ്ട്. അഷ്അരികൾ, അഷ്അരി കുടുംബം പ്രസിദ്ധരാണ്, ഒരു അനുഗ്രഹീത കുടുംബമാണ്. അവരുടെ അസ്ലി യമനാണ്. അബൂ ആമിറിൽ നിന്നാണോ അതല്ല ഇത് അബൂ മാലിക്കിൽ നിന്നാണോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടുപേരിലേക്കും ഹദീസ് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീർ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ലയകൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും, അഖ്വാമുൻ ഒരു വിഭാഗം ആളുകൾ, യസ്തഹില്ലൂൻ അവർ അനുവദനീയമാക്കും, അവർ അനുവദനീയമാക്കും, അൽ ഹിറ വൽ ഹരീർ. അൽ ഹിറ, അൽ ഹിറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അൽ ഫർജ്. എന്താ ഫർജ്? പിന്നെ സ്ത്രീകളുടെ പിന്നെ ലൈംഗികാവയവം, അതാണ് അൽ ഹിറ. വൽ ഹരീർ, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട്, പട്ട്. ഈ ഹിറ എന്ന് പറയുമ്പോൾ ഇതിന് ഹിറ എന്നും ഖിറാഅത്തുണ്ട്, ഹിറ എന്നും ഖിറാഅത്തുണ്ട്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹിറ എന്നും പറയാം, പിന്നെന്തും പറയാം, ഹിറ എന്നും പറയാം. പൂച്ച എന്നുള്ള ഹിറ അല്ല കേട്ടത്, അത് ഹിറ. ഇത് ഹിറ, ഹിറ ഹിറ, രണ്ടിനും ഫർജ് എന്നുള്ള അർത്ഥം. അപ്പോൾ ആ ഇത് പ്രകാരം ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂൻ, അവർ അനുവദിക്കും. അൽ ഹിറ, ഹിറ എന്ന് പറഞ്ഞാൽ അവിടെ വ്യഭിചാരമാണ് ഉദ്ദേശം. ഞാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം, നേരിട്ട് അർത്ഥം എന്താണ്? ഹിറ എന്ന് പറഞ്ഞാൽ, ഹിറ എന്ന് പറഞ്ഞാലും ഫർജുൽ മർഅ, സ്ത്രീയുടെ പിന്നെ ലൈംഗികാവയവമാണ്. ഉദ്ദേശം വ്യഭിചാരം. അപ്പോൾ വ്യഭിചാരത്തെ അനുവദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. വല്ല ഹരീർ, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട്, ഹരീർ എന്ന് പറഞ്ഞാൽ പട്ട് വസ്ത്രം. ഖലാസ്. ഈ ഹദീസ് റവാഹു അബൂ ദാവൂദ് വഅസ്ലുഹു ഫിൽ ബുഖാരി. ഇമാം അബൂ ദാവൂദ് സുനനിൽ റിപ്പോർട്ട് ചെയ്താണ്. ഈ ഹദീസിൻ്റെ അസ്ൽ എവിടെയാണുള്ളത്? ബുഖാരിയിലാണുള്ളത്. പക്ഷേ ഈ ഹദീസിന് വേറൊരു റിവായത്ത്, ഇവിടെ ഹിറ എന്നുള്ളതിന് പകരം ഖസ്സ എന്നാണുള്ളത്. വലൈക്കും സലാം. ഉണ്ടോ? ഇതിപ്പോൾ എന്താ വായിക്കുക? ഇത് ഹിറ എന്ന് വായിക്കാം അല്ലേ? ഹിറ എന്ന് വായിക്കാം. അൽ ഹിറ. ഇതിൻ്റെ ഇവിടെ രണ്ട് കുത്തു വന്നാലോ? ഖസ് എന്ന് വായിക്കാം. ഖസ് എന്ന് വായിക്കാം. അപ്പോൾ ചില ഹദീസിൻ്റെ നുസ്ഖകളിലുള്ളത് ഉണ്ട്, വല്ലയിടത്തും കണ്ടില്ലേ, യസ്തഹില്ലൂൻ അൽ ഖസ്സ വൽ ഹരീർ. ഖസ്സും ഹരീറും അനുവദനീയമായി കാണുന്ന ഒരു വിഭാഗം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ യഥാർത്ഥത്തിൽ ബുഖാരിയിലുള്ള ഹദീസിലുണ്ടല്ലോ ഹിറ വൽ ഹരീർ എന്നാണ്. പക്ഷേ ബുഖാരിയിലുള്ള ഹദീസിൽ അത് അബൂ പിന്നെ ആമിറിൽ നിന്നുള്ള ഹദീസിൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ് അതും കൂടി ഉണ്ട്. ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, മദ്യവും അതേപോലെ സംഗീതോപകരണങ്ങളും അനുവദനീയമായി കാണുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും.
അപ്പോൾ ഇവിടെ റവാഹു അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു. അസ്ലുഹു ഫിൽ ബുഖാരി, ഈ ഹദീസിൻ്റെ അസ്ൽ എവിടെയാണുള്ളത്? ബുഖാരിയിലാണുള്ളത്. എന്തുകൊണ്ടാണ് എന്നിട്ട് ഇബ്നു ഹജർ ബുഖാരി എന്നുള്ളത് കൊടുക്കാത്തത്? കൊടുത്ത് അബൂദാവൂദിൻ്റെ കൊടുത്ത് ഇത് വസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വസ്ത്രം, പിന്നെ ഹസ്, അതേപോലെ ഹരീർ, അങ്ങനെ അതിന് എന്തുണ്ട്, അങ്ങനെ പിന്നെ ഇതിന് വായന ഉണ്ട്. പിന്നെ ഇത് മുത്തസിലായി മർഫൂ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ബുഖാരിയിലുള്ളത് താലീഖായിട്ടുള്ള മുഅല്ലഖായിട്ടുള്ള റിപ്പോർട്ടാണ്. മുത്തസിലായ റിപ്പോർട്ടല്ല, മുഅല്ലഖായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ മുഅല്ലഖായിട്ടുള്ള റിപ്പോർട്ടിനേക്കാൾ ഒരുവേള ഇബ്നു ഹജർ മുത്തസിലായ റിപ്പോർട്ടിന് മുൻഗണന നൽകിയതാവും. പക്ഷേ ചില ആളുകളുണ്ടല്ലോ, ബുഖാരിയിൽ യസ്തഹില്ലൂൻ അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ, മദ്യം, പട്ട്, വ്യഭിചാരം, ഇതിന് അനുവദനീയമായി കാണുന്ന ആളുകൾ വരാനിരിക്കുന്നു പറഞ്ഞേ. അത് ബുഖാരിയിലെ ആ റിപ്പോർട്ട് മുഅല്ലഖാണെങ്കിലും അതിന് മുത്തസിലായിട്ട് വേറെയും സനദുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാണ് എന്ന് അറിയിക്കുന്ന തെളിവുകൾ എന്താണ്? അത് ബലപ്പെട്ട തെളിവുകളാണ്. ഇവിടെ ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമു യസ്തഹില്ലൂനൽ ഖസ്സ വൽ ഹരീർ. എന്താ ഖസ്? അങ്ങനെ വായന ഉണ്ട് പറഞ്ഞേ, ഓല രണ്ടാളും കിതാബിൽ അതാണുള്ളത്. എന്താ ഖസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം പട്ടാണ്. ഈ തുണി ഉണ്ടല്ലോ, തുന്നുമ്പോൾ അതിന് ഊടും ഉണ്ടാവും പാവും ഉണ്ടാവും അല്ലേ? എന്താ ഊടും പാവും? ഊട് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ, ഇങ്ങനെയും നൂലുണ്ടാവും. ഊടും പാവും അതാണ്. ഈ ഖസ്സിൽ എന്തായിരിക്കും? ഊട് പട്ടിൻ്റേതായിരിക്കും, പാവ് വേറെ ഏതെങ്കിലും ആയിരിക്കും. ഹരീർ അങ്ങനെയല്ല, ഹരീറൊക്കെ എന്തായിരിക്കും? ഊടും പാവും പട്ടായിരിക്കും. അതാണ് ഇപ്പം അതിനൊരു വേർതിരിവ് വായിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അലാ കുല്ലിൻ ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമു യസ്തഹില്ലൂനൽ ഖസ്സ വൽ ഹരീർ, പട്ടിനെ അനുവദനീയമായി കാണുന്നവർ എൻ്റെ ഉമ്മത്തികളിൽ ഉണ്ടാകും. ഇബ്നു ഹജർ അടക്കമുള്ളവരെന്തല്ലോ അവർ പറഞ്ഞത് ഇവിടെ ഖസ്സ് എന്നുള്ളതിലേറെ ഏറ്റവും യോജിച്ച എന്താണ്? ഹിറ എന്നുള്ളതാണ്. അങ്ങനെ ബുഖാരി അസ്ലിലുള്ളത് ഹിറ വൽ ഹരീർ എന്നാണ്. അപ്പോൾ വ്യഭിചാരവും പട്ടും അനുവദനീയമായി കാണുന്നവർ എൻ്റെ ഉമ്മത്തികളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു വായനയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എന്താ ഹദീസ്? അൻ അബി മാലിക്കിനിൽ അശ്അരി قال رسول الله صلى الله عليه وسلم ليكونن من أمتي أقوام يستحلون الحرى والحرير رواه أبو داود وأصله في البخاري. طيب أرت حديث حذيفة حديث الذي وعن حذيفة رضي الله تعالى عنه قال نهى رسول الله صلى الله عليه وسلم أن نشرب في آنية الذهب والفضة وأن نأكل فيها وأن نأكل فيها. طيب وأن لبس الحرير والديباج وأن نجلس عليه. هذا متفق عليه. ترى طيب رواه البخاري. أنا ഹുദൈഫത്തുൽ യമാൻ സാഹിബു സിർരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഹുദൈഫയിൽ നിന്ന് നിവേദനം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു, അൻ നശ്റബ ഞങ്ങൾ കുടിക്കുന്നത്, ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങളിൽ, ആനിയത്ത് പാത്രങ്ങൾ, ദഹബി വൽ ഫിദ്ദ സ്വർണവും വെള്ളിയും, വ അൻ നഅകുല ഫീഹ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. വ അൻ ലുബ്സിൽ ഹരീരി വദ്ദീബാജ് വ അൻ ലുബ്സിൽ ഹരീർ പട്ട് ധരിക്കുന്നതിനെ തൊട്ടും നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. വദ്ദീബാജ് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു തരം പട്ടാണ്.
പിന്നെ കട്ടിയുള്ള കരയുള്ള ഒരു തരം പട്ടിനാണ് ദീപാജ് എന്ന് പറയാം. പട്ട് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്ത്രം അതാണ്. അത് പിന്നെ ഇപ്പം കൃത്രിമാണ്. ഇവിടെ ഹരീർ, ദീപാജ് ഇതൊക്കെ പറയുന്നത് എന്താണ്? പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതാണ്. പക്ഷേ ഇപ്പോൾ കൃത്രിമമായിട്ട് പിന്നെ എന്തുണ്ട്? സിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഉള്ള ആ വസ്ത്രത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ളത്. അത് ഇതിന് ബാധകമാണോ എന്നുള്ളതാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം. അതായത് ഈ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന സിൽക്കിന് ബാധകമാണോ എന്നുള്ളത്. ഇത് നിഷിദ്ധാണെന്നുള്ളതിൽ ഇഷ്കാലല്ല. പട്ടുനൂൽ പുഴുവിൽ നിന്നുണ്ടാക്കുന്ന ഈ വസ്ത്രം അത് നിഷിദ്ധാണെന്നുള്ളതിൽ ഇഷ്കാലല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹറാമാക്കിയിട്ടുണ്ട്. എന്തൊന്നു കാരണത്താലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അത് ഹറാമാക്കിയത്? അത് ഈ സിൽക്കിൻ്റെ വിഷയത്തിലുമുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് സിൽക്ക് മൊത്തത്തിൽ പുരുഷന്മാരെന്ത് ചെയ്യുക? ഒഴിവാക്കുക. സിൽക്ക് ഒഴിവാക്കുക. അത് സ്ത്രീകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? അനുവദിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കയ്യിൽ സ്വർണവും മറു കയ്യിൽ പട്ടും പിടിച്ചിട്ട് എൻ്റെ ഉമ്മത്തികളുടെ പുരുഷന്മാർക്ക് അള്ളാഹു ഇവ രണ്ടും ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു തിരുമൊഴിയെ മാനിച്ചിട്ട് നമ്മൾ പട്ട് അതിൽ നിന്ന് പുരുഷന്മാർ വിട്ടു നിൽക്കുക. അതിന് പട്ടുനൂൽ പുഴുവിൽ നിന്നുണ്ടാക്കപ്പെട്ടതാണെങ്കിലും ശരി, മക്കീനയിൽ പിന്നെ കൃത്രിമമായിട്ട് പിന്നെ പട്ടുനൂൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകുന്ന വസ്ത്രമാണെങ്കിലും ശരി. അതാണ് സൂക്ഷ്മത. അഖ്റജഹുൽ ബുഖാരി. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ലുബ്സിൽ ഹരീരി വദ്ദീബാജ് വൻ നജ്ലിസ അലൈഹി, അതിന്മേൽ ഇരിക്കുന്നതും, ഞങ്ങളതിൽ ഇരിക്കുന്നതും വിരോധിച്ചു. പട്ടിൻ്റെ വിരിപ്പിൽ ഇരിക്കുന്നതും വിരോധിച്ചു, അതും വിരോധിച്ചു. അപ്പോൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ പാനം ചെയ്യുന്നത്, ഭക്ഷിക്കുന്നതും അതിൽ പെടും. കാരണം റിപ്പോർട്ടുകൾ ഭക്ഷണത്തിൻ്റെ വന്നിട്ടുണ്ട്. അതെ, വൻ കുലഫിഹ, അതിൽ ഭക്ഷിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. വൻ ലുബ്സിൽ ഹരീരി വദ്ദീബാജ് വൻ നജ്ലിസ അലൈഹി, ഈ ഹരീർ ദീബാജ് അതിൽ ധരിക്കുന്നതും അതിന്മേൽ ഇരിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. ബുഖാരിയുടെ റിപ്പോർട്ട്. ഇവിടെ ഉദ്ദേശം പിന്നെ എന്നുണ്ട്, പട്ടുനൂൽ പുഴുവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ ആ വസ്ത്രമാണ്. അതിലേക്ക് അതിൻ്റെ ഹുക്കുമിൽ തന്നെയാണ് സൂക്ഷ്മതയുടെ ഭാഗമായിട്ടുള്ളത്. എന്ത്? കൃത്രിമമായിട്ടുണ്ടാക്കുന്നതായ പട്ടു. അടുത്ത ഹദീസ് നോക്കി. അടുത്ത ഉമറിൻ്റെ ഹദീസ് അല്ലേ. وعن عمر رضي الله تعالى عنه نهى رسول الله صلى الله عليه وسلم عن لبس الحرير إلا موضع أسبوعين أو 3 أو 4 മുത്തഫഖുൻ അലൈഹി അല്ലേ, വലഫ്ദു ലി മുസ്ലിം. ഉമർ റളിയല്ലാഹു തആല നിവേദനം. നഹാ റസൂൽ, അദ്ദേഹം പറയാണ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു അൻ ലുബ്സിൽ ഹരീർ, പട്ട് ധരിക്കുന്നതിനെ തൊട്ട്, ഇല്ലാ മൗദിഅ ഉസ്ബുഐനി, 2 വിരലുകളുടെ സ്ഥാനമൊഴികെ, ഔ 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ഔ 4. അതായത് പട്ട് വസ്ത്രം ധരിക്കുന്നത് വിരോധിക്കും. പക്ഷേ ഒരാൾക്ക് 2 വിരൽ അല്ലെങ്കിൽ 3 വിരൽ 4 വിരൽ ഈ വലിപ്പത്തിൽ, മനസ്സിലായി, പട്ട് അയാളുടെ വസ്ത്രത്തിലുണ്ടെങ്കിൽ അതിലെന്തില്ല, ഇളവുണ്ട് എന്നർത്ഥം. അതിൽ വിലക്കില്ല, അതിൽ ഇളവുണ്ട്. അതാണ്. ഉസ്ബുഐനി എന്ന് അറിയില്ലുണ്ടോ? ഉസ്ബുഐനില്ല, ഇസ്ബൈൻ. ഈ ഉസ്ബുഇൻ്റെ പ്രത്യേകത, അത് 10 രീതിയിൽ വായിക്കാം. ഉസ്ബു എന്നുള്ളത് ഉസ്ബു, അസ്ബു, ഇസ്ബു, മനസ്സിലല്ലേ? അങ്ങനെ വായിക്കാം. പിന്നെ ഈ ബാക്കും അങ്ങനെ തന്നെ, അസ്ബ, അസ്ബു, അസ്ബിയ വായിക്കാം. പിന്നെ അതേപോലെ അതിങ്ങനെ മാറി പറഞ്ഞാൽ 10 രീതിയിൽ വായിക്കാം. ഉസ്ബു അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും തെറ്റൂല. ഖലാസ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ലുബ്സിൽ ഹരീരി ഇല്ലാ മൗദിഅ ഉസ്ബുഐനി ഔ 3 ഔ 4. മുത്തഫഖുൻ അലൈഹി വല്ലഫ്ദു ലി മുസ്ലിമിൻ. ഇനി അടുത്ത ഹദീസ്. وعن أنس رضي الله تعالى عنه أن النبي صلى الله عليه وسلم رخص لعبد الرحمن بن عوف والزبير في قميص الحرير في سفر من حكة كان بهما، من حكة كان بهما. كانت ولا كان؟ كل ഹിക്കത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് കാനത്ത്.
കാനത്ത് ബിഹിമ മുത്തഫഖുൻ അലൈഹി അല്ലേ. طيب وعن أنس رضي الله تعالى عنه أنس رضي الله عنه നിവേദനം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഖസ എന്നാണ് ഇളവ് നൽകി. ആർക്ക്? ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനും സുബൈറിനും. അറിയ സുബൈർ ഇബ്നുൽ അവാം, സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആല അൻഹുമ, അബ്ദുറഹ്മാൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുമ, അവർ രണ്ടുപേർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് നൽകി. എന്തിന്? ഫി ഖമീസിൽ ഹരീർ, പട്ടിൻ്റെ ഖമീസ് ധരിക്കുന്നതിന്. അപ്പോൾ ഫി സഫരിൻ, ഒരു യാത്രയിൽ. മിൻ ഹിക്കത്തിൻ കാനത്ത് ബിഹിമ, മിൻ ഹിക്കത്തിൻ, ഹിക്കാന ചൊറിച്ചിൽ, കാനത്ത് ബിഹിമ അവരിലുണ്ടായിരുന്ന ഒരു ചൊറി കാരണത്താൽ യാത്രയിൽ ഹരീറിൻ്റെ കുപ്പായം ധരിക്കുവാൻ സുബൈർ ഇബ്നുൽ അവാമിനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് നൽകി. എന്താ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? എന്തിനാ ഇബ്നു ഹജർ ഇതുവരെ കൊണ്ടുവന്ന് ഈ ഹദീസ്? എങ്ങനെ? അതായത് പുരുഷവർഗത്തിന് പട്ട് ഹറാമാണ്, ധരിക്കാൻ പാടില്ല. പക്ഷേ ചൊറി പോലുള്ളതായ ഇളവുകൾ ഉണ്ട് എങ്കിൽ ഈ നിഷിദ്ധം എന്താണ്? അത് ഉപയോഗിക്കുന്നതിൽ ഇളവുണ്ട്. മനസ്സിലായി? അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനും അതേപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവാമിനും ചൊറി കാരണത്താൽ അവർക്ക് വേറെ വസ്ത്രം ഇടാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് കാരണത്താൽ അവർക്ക് പട്ടിൻ്റെ കമീസ് ധരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് നൽകി എന്നുള്ളതാണ്. അവിടെ ഒരു വിഷയം, ഇത് അവർക്ക് റസൂലുള്ള ഇളവാക്കി കൊടുത്താണ്, മറ്റുള്ളവർക്കൊക്കെ ഈ ഇളവ് എടുക്കാൻ പറ്റുമോ? ഇത് അവർക്ക് മാത്രം പ്രത്യേകമായി ഇളവാണോ, അതല്ല മൊത്തത്തിൽ ആളുകൾക്കുള്ള ഇളവാണ്? നിങ്ങളെന്താ പറയുക? അവർക്ക് മാത്രമുള്ള ഇളവ്. അപ്പോൾ നിങ്ങൾ ഹനഫികളും മാലിക്കികളും അല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പട്ടിൻ്റെ വസ്ത്രം ധരിക്കാം, അത് ധരിച്ച കുഴപ്പമില്ലാത്ത രീതിയിൽ അസുഖമാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും എന്തുണ്ട്? ഈ ഇളവുണ്ട്. അതാണ് ഹംബലികളുടെയും ഷാഫിയാക്കളുടെയും മദ്ഹബ്, അവരുടെ അഭിപ്രായം. ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനും സുബൈറിനും മാത്രമുള്ള ഇളവല്ല, പിന്നെയോ എല്ലാവർക്കും ഈ കാരണം ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ആ ഇളവ്. ഈ കാരണമല്ല, പിന്നെ ഒഴിവ് കഴിവുണ്ട് എങ്കിൽ, ഇത് ധരിക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ ധരിക്കാമെന്നർത്ഥം. ഖലാസ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആരാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ പ്രത്യേകത എന്താ? സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ സുബൈർ ഇബ്നുൽ അവാം അങ്ങനെ തന്നെ, സുബൈർ ഇബ്നുൽ അവാമും അങ്ങനെ തന്നെ സ്വർഗം അശ്റത്തുൽ മുബശ്ശറയിൽപ്പെട്ട സഹാബികളാണ്. പിന്നെ അവർക്കുണ്ടായൊരു രോഗമാണല്ലോ, ആ രോഗം എന്ത്, അതിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമല്ലേ. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഒരു വേള അന്ന് നാട്ടുവൈദ്യങ്ങളും കാര്യമൊക്കെ അല്ലേ. അപ്പം അത്തരം പിന്നെ സാഹചര്യത്തിൽ ഒരു വേള ഖമീസിൽ ഹരീർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആശ്വാസം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം. ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറേ അനുഭവങ്ങളും അതല്ലേ, കുറേ അനുഭവങ്ങളും ഇതുവാണല്ലോ, കണ്ടുപിടുത്തങ്ങളും അനുഭവങ്ങളും. അപ്പോൾ ആ നിലക്കായിരിക്കും വ്യഭിചാരത്തെ അനുവദനീയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വ്യഭിചരിക്കും, എന്നിട്ട് പിന്നെ അതിനനുവദനീയമായിട്ട് കാണും. നിങ്ങൾ പിന്നെ ഇപ്പോൾ വ്യഭിചാരം നടക്കുന്ന ഹോട്ടലുകൾക്ക് ലൈസൻസ്, അഭിസാരികൾക്ക് വിസകൾ, അതേപോലെ തന്നെ അവർക്ക് പ്രത്യേക ട്രീറ്റ്മെൻറ്റുകൾ, അവർ കൊണ്ടുവന്നിട്ട് അവർക്ക് പ്രത്യേക പിന്നെ പരിഗണനകൾ, അവർക്ക് സംഘടനകൾ ഉണ്ടാക്കാനുള്ള അനുവാദങ്ങൾ, ഇതൊക്കെ എന്താ അറിയിക്കണേ അല്ലേ? പല മുസ്ലിം നാടുകളും ആ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ കൊണ്ടുവരികയാണ്, അവരെ പാർപ്പിക്കുകയാണ്, അവർക്ക് പ്രത്യേക പിന്നെ സാലറികൾ, അതേപോലെ തന്നെ പ്രത്യേക പിന്നെ ആനുകൂല്യങ്ങൾ, ട്രീറ്റ്മെൻറ്റുകൾ. അല്ലാഹു കാക്കട്ടെ, നഊദുബില്ലാഹ്. അതൊക്കെ എന്താണ് അറിയിക്കണത്? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൽ നിന്നുള്ള വഹയിനാൽ പറഞ്ഞതാണ്. മനസ്സിലല്ലേ? ആളുകൾ പിന്നെ
ഇപ്പോൾ ഇതിൻ്റെ പുലർച്ചെ കാണുമ്പോൾ ഉണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞതേ അത് എത്രമാത്രം സത്യമാണ്. ശരിക്കും ഇതിനെ അനുവദിക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങളുടെ പോക്കൊക്കെ പറഞ്ഞ് മനസ്സിലാകണ്ട. അതാണ് അവരുടെ ഇസ്തിസ്ലാമും നമ്മളുടെ ഇസ്തിസ്ലാം, പിൽക്കാലക്കാരുടെ ഇസ്തിസ്ലാമും തമ്മിൽ വ്യത്യാസം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉഹുദ് മലൻ്റെ പിന്നിൽ നിന്നിട്ട് ദജ്ജാൽ ഇങ്ങനെ മസ്ജിദ് നബവിയെ നോക്കിയിട്ട് പറയും, മുഹമ്മദിൻ്റെ അൽ ബൈത്തുൽ അബിയത് കണ്ടില്ലേ എന്ന്. മുഹമ്മദിൻ്റെ അൽ ബൈത്തുൽ അബിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ദജ്ജാൽ വരണ അന്ന് മസ്ജിദ് നബിയെ നോക്കി കളിയാക്കുന്നതാണ്. അന്ന് ബൈത്തുൽ അബിയത് അവിടെ ഉള്ളത് അന്ന് ഈത്തപ്പനൻ്റെ തൂണുകളും ഈത്തപ്പൻ്റെ പട്ടിയും മണലുമാണ്. മനസ്സിലല്ലേ? ആ പള്ളീൻ്റെ വിഷയത്തിൽ റസൂൽ പറഞ്ഞത് ദജ്ജാൽ പിൽക്കാലത്ത് വരുന്നിട്ട് ഉഹുദിൻ്റെ ചെരുവിൽ നിന്നിട്ട് പള്ളിയെ നോക്കിയിട്ട് പറയും, മുഹമ്മദിൻ്റെ ബൈത്തുൽ അബിയത് കണ്ടില്ലേ എന്ന്. റസൂൽ പറഞ്ഞപ്പോൾ ഒരാളും എതിർത്തില്ല. ഈ പള്ളി ഇങ്ങനൊരു ബൈത്തുൽ അബിയത് ആകിയേ എന്നുള്ളത് ആരും ചോദിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചു. ഇപ്പം ഇന്ന് നോക്കി ഞങ്ങൾ ഉഹുദിൻ്റെ ചെരുവിൽ നിന്നിട്ട് ബൈത്തുൽ അബിയത് കാണില്ലേ? മസ്ജിദ് നബവി എന്താണ്? അൽ ബൈത്തുൽ അബിയതാണ്. കണ്ട, അതേപോലെ ആണ് ഓരോ ഹദീസുകളും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹിയായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമീഅന വ അതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങളത് അനുസരിച്ചു. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.